അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. തേഴ്സ്ഡേ നൈറ്റ് ടർക്കിഷിൽ പോയിട്ട് ഞാൻ കഴിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഒരു പെപ്സി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേ മോർണിംഗ് ആസ് യൂഷ്വൽ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യുകയാണ്. ആ ഒരു തേഴ്സ്ഡേ നൈറ്റിൻ്റെ ഹാങ് ഓവർ എന്തായാലും എൻ്റെ വെയിറ്റിൽ കാണുന്നുണ്ട്. ബിക്കോസ് ലേറ്റ് നൈറ്റ് ഫുഡായിരുന്നു കേട്ടോ കഴിച്ചിരുന്നത്. അപ്പോൾ ഫ്രൈഡേ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിച്ചു. 2 ദോശയാണെന്ന് കഴിച്ചത്. ഞാൻ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. എൻ്റെ ഉള്ളിച്ചമ്മന്തിൻ്റെ കളറൊന്നും കണ്ട് ആരും ഞെട്ടണ്ട. അതങ്ങനെ ഒരു രീതിയിലായിപ്പോയതാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചു. പിന്നെ ഒരു മിഡ് മോർണിംഗ് ഒക്കെ ആയപ്പോൾ ഞാൻ എന്താ ഒരു പഴം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ലേറ്റർ ഓൺ ഞാൻ ഇതാ ഈ ഒരു ഗ്ലാസ് പെപ്സി ഞാൻ കുടിച്ചു. ചീച്ചഡേ അല്ലേ. പിന്നെ ഞാൻ കുറച്ച് ചോറും മോര് കറിയും അച്ചാറും ക്യാബേജ് വറവും ഒക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിച്ചത്. പിന്നെയാണ് സംഭവം ഒരു 6-7 മണിയാകുമ്പോഴേക്ക് വയറ് നല്ല പെയിൻ വന്നു. ആംബുലൻസിൽ പോയി. നേരെ ഞാൻ പോയത് വക്ര ഹോസ്പിറ്റലിലായിരുന്നു. എമർജൻസി സെക്ഷനിലായിരുന്നു പോയത്. അപ്പോൾ ആംബുലൻസിൽ നിന്ന് തന്നെ അവർ ട്രിപ്പൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് വേദന കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ വെയിറ്റിംഗ് സെക്ഷനിലാണ്. അവരെല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് കൂടെ എൻ്റെ കയ്യിൽ കെട്ടി ആ സ്കാനിങ് അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഇത് കിട്ടും. അതായത് നമ്മുടെ ആംബുലൻസിൽ തന്നെ നമ്മുടെ നേഴ്സസ് അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും അതിൽ കാണും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരും എൻ്റെ കൂടെയില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. മച്ച് ബെറ്ററാണ് കേട്ടോ. അപ്പം ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിനെ കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം മരുന്നൊക്കെ വാങ്ങിച്ചു. ടാക്സി ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പൊക്കെ ഊരി. ഇതാണ് വക്ര ഹോസ്പിറ്റൽ എമർജൻസി സെക്ഷൻ. നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ പോയിട്ട് എനിക്ക് ഫുഡ് കഴിക്കേണ്ടതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു ദോശയും ചെറുപയറും കഴിച്ചു കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത്രയും അവസ്ഥ എല്ലാവരും കണ്ടല്ലോ അല്ലേ. എന്തായാലും ഞാനിപ്പം റിക്കവറായി കൊണ്ടുവരികയാണ്. ഉച്ചക്കൊന്ന് ഉറങ്ങി. മരുന്നിൻ്റെ ക്ഷീണം നന്നായിട്ടുണ്ട്. കുറച്ചധികം മരുന്നുണ്ട്. 4-5 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് 3 തവണകളായിട്ട് കഴിക്കണം. ഇപ്പോൾ ഞാനൊരു ബ്ലാക്ക് ടീ കുടിക്കുകയാണ്. പിന്നെ ഒരു ലക്ഷം ബ്രെഡ് എടുത്തിട്ടുണ്ട്. കോൾഡ് മാറുന്നില്ല എനിക്ക്. അപ്പോൾ കോൾഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ആസ്മാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഡയറ്റ് എന്നുള്ളത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത് അല്ലേ. ഒന്നുകിൽ ആനിവേഴ്സറി ആവാം, ബർത്ത്ഡേ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസസ് ആവാം. പക്ഷേ നമ്മൾ എത്ര ആൾക്കാർ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ ഫോളോ ചെയ്യാറുണ്ട്? വളരെ കുറച്ച് പേരല്ലേ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം കൺട്രോൾ ചെയ്ത് പോകുമ്പം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ സംഭവിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, അപ്പോൾ പിന്നെ നമ്മൾ ചീറ്റ് ഡേ എടുക്കുന്നു. അപ്പോൾ രണ്ടും കൂടെ അവിടെ ക്ലാഷ് ആവുന്നു. നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഓരോ വയറിൻ്റെ അവയവങ്ങളൊക്കെ ചുരുങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ചീറ്റ് ഡേ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ചുരുങ്ങിയ ഭാഗം പൊട്ടാനും അവിടെ ഒരു സ്ക്രാച്ച് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ സ്ക്രാച്ച് പൊട്ടി വേദന വരുമ്പോഴാണ് നമുക്ക് അബ്ഡോമിനൽ പെയിൻ വരുന്നത്. അന്നേരമാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഓരോരോ സംഭവങ്ങൾ വരുന്നത്. അപ്പം എനിക്കങ്ങനെ എൻ്റെ വയറ് ഓൾറെഡി ചുരുങ്ങി ഇൻസൈഡ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറേ ഗ്യാസ്ട്രിക് വെള്ളവും കളർ വെള്ളം കുടിക്കുന്നു, ചായ കുടിക്കുന്നു. ചായ ഓൾറെഡി ഞാൻ കുടിക്കാറുണ്ട്. അപ്പം പക്ഷേ എല്ലാം കൂടി എൻ്റെ വയറ്റിലൊരു സ്ക്രാച്ച് വന്ന് ആ ബ്ലഡിൽ തട്ടിയപ്പോഴാണ് എനിക്ക് അബ്ഡോമിനൽ പെയിൻ വന്നത്. അതാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സോ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചായ, പാല്, കാപ്പി, അതുപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പം പറഞ്ഞത് കുറച്ച് ദിവസം വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ എന്തായാലും കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോകണം. കാരണം അത്രയ്ക്ക് ഞാൻ പേടിച്ചു പോയി. ലൈഫിൽ ആദ്യമായിട്ട് ആംബുലൻസിൽ കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല സർവീസായിരുന്നു. ആംബുലൻസിലുള്ള 2 നേഴ്സസ് ദേ വർ ക്വയറ്റ് ഗുഡ്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തു. അതിനിടയ്ക്ക് ആ ഒരു നന്ദി അവരോടുണ്ട്. എല്ലാവരും കോപ്പറേറ്റ് ചെയ്തു. എല്ലാവരും പേടിച്ചു പോയി. കാരണം നമുക്ക് ആംബുലൻസിൽ നിന്നും കുട്ടികളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കുട്ടികൾ വീട്ടിൽ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയി. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഒരു ഷഫിൾ ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. എന്തായാലും ആരും പേടിക്കാനൊന്നുമില്ല. ഞാൻ ചത്തിട്ടില്ല. ഇനി ചാവാൻ വേണ്ടി കൊതിച്ച ആൾക്കാരുണ്ട് കേട്ടോ. അവരോട് പറയാണ് സോറി കേട്ടോ, സമയമായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ മീൻസ് നിങ്ങളൊരു പെർഫെക്റ്റ് ഒരു റൂട്ടിൽ പോവുകയാണെങ്കിൽ സ്ഥിരമായിട്ട് അതേ റൂട്ടിൽ തന്നെ പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു എന്ത് പറ്റി. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. റിപ്ലൈ തരാം കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഐ വിൽ കം ബാക്ക് മച്ച് സ്ട്രോങ്ങർ. എന്തായാലും നമുക്കിനി എത്ര ദിവസമുള്ളൂ. മച്ച് സ്ട്രോങ്ങറായിട്ട് നമുക്ക് തിരിച്ചു വരണം. ബൈ, സീ യു.